സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും പിന്നാലെ രാജ്യതലസ്ഥാനം ഭരിക്കാൻ മറ്റൊരു വനിതാ മുഖ്യമന്ത്രി. ജാമ്യം കിട്ടി ജയിൽ മോചിതനായ കേജ്രിവാൾ നാടകീയമായി രാജി പ്രഖ്യാപിച്ച് ജനങ്ങളുടെ കോടതിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്റെ പിൻഗാമിയായി അതിഷിയെ നിയോഗിക്കുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ നേതാവ്, പക്വമായ പെരുമാറ്റം, ഡൽഹിയിലെ ജനപ്രിയ പദ്ധതികൾക്ക് പിന്നിലെ കരം, രാജ്യതലസ്ഥാനത്തെ വനിതാ മുഖം. അതിഷിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ കാരണങ്ങളേറെയാണ്. മദ്യനയ അഴിമതി കേസിൽ ജയിലിലായ കേജ്രിവാൾ ജാമ്യം ലഭിക്കും വരെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നിറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. ജയിലിൽ വെച്ച് ഭരണം നടത്താനുള്ള സാധ്യത തേടുകയായിരുന്നു. ഈ സമയങ്ങളിൽ പാർട്ടിയുടെ പ്രധാന മുഖമായി മാറിയത് അതിഷിയായിരുന്നു. മനീഷ് സിസോദിയയും കേജ്രിവാളും ജയിലിലായതോടെ പാർട്ടി പ്രവർത്തനങ്ങൾക്കും ഭരണകാര്യങ്ങൾക്കും അതിഷി നേതൃത്വം നൽകി. അതിഷി വഴി കേജ്രിവാൾ ജയിലിൽ നിന്ന് സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു. പത്രസമ്മേളനങ്ങളിൽ അതിഷി സ്ഥിര സാന്നിധ്യമായി. ഇതിനിടെ ഒരിക്കൽ പോലും കേജ്രിവാളിന്റെ ഭരണമാറ്റത്തെക്കുറിച്ച് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോഴും തന്റെ അടുത്ത പിൻഗാമി ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ സൂചന കേജ്രിവാൾ ജയിലിൽ നിന്ന് തന്നെ നൽകിയിരുന്നു എന്നത് ശ്രദ്ധേയം. സ്വാതന്ത്ര്യദിനാഘോഷ സമയത്ത് തനിക്കു പകരം ദേശീയ പതാക ഉയർത്താൻ കേജ്രിവാൾ നിർദ്ദേശിച്ചത് അതിഷിയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നുവെന്ന കേജ്രിവാളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ മനീഷ് സിസോദിയുടെയും അതിഷിയുടെയും പേരുകളായിരുന്നു കൂടുതലായും ഉയർന്നു കേട്ടത്. എന്നാൽ മനീഷ് സിസോദിയ കേസിലകപ്പെട്ടതിനാൽ ഇതിനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞിരുന്നു. തുടർന്ന് അതിഷിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അഭാവം സംസ്ഥാനത്തെ ഭരണത്തിലും രാഷ്ട്രീയ പോരാട്ടങ്ങളിലും പ്രതിഫലിക്കാതിരിക്കാൻ അതിഷി നടത്തിയ ശ്രമങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. AAPയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും നാവായി നിന്ന് അവർ രാഷ്ട്രീയ അക്രമങ്ങളെ ചെറുത്തു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പാർട്ടിയുടെ നിലപാടുകളെ ശക്തമായി പ്രതിരോധിച്ചു. 2020 ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏവരും ഉറ്റുനോക്കിയ ഫലങ്ങളിലൊന്നായിരുന്നു കൽക്കാജി മണ്ഡലത്തിലേത്. ഡോക്ടർ തൃപ്ത വാഹിയുടെയും ഡോക്ടർ വിജയ് സിംഗിന്റെയും മകളായി 1981 ജൂൺ മാസം 8-നാണ് അതിഷി പിറന്നത്. ഓക്സ്ഫോർഡിൽ നിന്നെത്തി രാജ്യതലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ അതിഷിയെ അന്ന് മിക്കവരും ആകാംക്ഷയോടെയായിരുന്നു നോക്കിക്കണ്ടത്. 2015 കേജ്രിവാൾ സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുടെ ഉപദേഷ്ടാവായിരുന്നു അന്ന് വിദ്യാഭ്യാസ വിപ്ലവം തീർത്ത അതിഷി. 2020 തിരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി ഉയരുകയും പാർട്ടി വക്താവെന്ന നിലയിൽ നിരന്തരം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു അതിഷി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.